നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് മേപ്പാടി ടൗണിലെ സെൻറ്റ് ജോസഫ് പള്ളിയിലെ വികാരി ഫാദർ സണ്ണി എബ്രഹാമാണ്. അച്ഛാ, വയനാട് കണ്ട ഒരു വലിയൊരു ദുരന്തം, ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി ഇപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്തെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ആ ഒരു ഞെട്ടലിലും ആ ഒരു പേടിയിലുമാണ് കേരളം ഇപ്പോൾ ആയിരിക്കുന്നതും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വൈദികർ കോഴിക്കോട് വാർഷിക ധ്യാനത്തിലായിരുന്നു ഒരു ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോഴേക്കാണ് എനിക്ക് ഇവിടുന്ന് ബ്രീഫിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ദുരന്തത്തെ കുറിച്ച്. അപ്പൊ ഞാനും കൊച്ചച്ഛനും കൂടെ പിതാവിന്റെ അനുവാദം വാങ്ങി പിതാവിന്റെ ആശീർവാദത്തോടു കൂടി ഓടി ഇവിടെ 12 മണിക്ക് ഇവിടെ എത്തി. അപ്പോഴേക്ക് ദുരന്ത പകുതി കഴിഞ്ഞിരുന്നു. പക്ഷെ റെസ്ക്യൂ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വന്നപ്പോ അറിയുന്നത് മേപ്പാടി ആകെ വിറങ്ങലിച്ച് ദേശം മുഴുവനും ഇത് വയനാട് കണ്ടതല്ല, കേരളം കണ്ടതിലേക്ക് തന്നെ എന്നോട് ആരോ പറഞ്ഞ ഒരു 100 വർഷത്തിനകം ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് അതിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ വിവരം. ഈ ദുരന്തം നടന്ന സ്ഥലം അച്ഛൻ്റെ ഇടവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ദൂരമുണ്ട്, എങ്ങനെയാണ്? സബ്സ്റ്റേഷൻ ഉണ്ട് ഇതിന് തൊട്ടടുത്ത ഏരിയ. ഇവിടുന്ന് ഒരു 10-15 മൈല് സർക്കംഫറൻസിലാണ് ഈ ദുരന്തം നടന്നിരിക്കുന്നത്. ഓക്കെ. ആ സബ്സ്റ്റേഷന്റെ പള്ളിയിൽ അവിടെ നിന്നുള്ള ആളുകളുടെ ആരെങ്കിലും പ്രതികരണം എന്തെങ്കിലും കിട്ടിയിരുന്നു? ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്രാവശ്യം ഇല്ല, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പുത്തുമല ദുരന്തത്തിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം അവരൊക്കെ ഇന്നലെ മാറി താമസിച്ചത് കൊണ്ട് അവര് രക്ഷപ്പെട്ടു. അതുകൊണ്ട് മാത്രം ഇന്നലെ രാത്രി അവര് മാറി താമസിച്ചത്. അവർക്കപ്പോൾ മുൻകൂട്ടി ഒരു അപായ സൂചന കൊടുത്തിരുന്നു, അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു? കിട്ടിയിരുന്നു, അവർക്ക് കിട്ടിയിരുന്നു. ഇവർക്കും കിട്ടിയിരിക്കാനാണ് സാധ്യത. എന്റെ ഒരു ചിന്തപ്രകാരം ഇവർ പാടിയിൽ താമസിക്കുന്ന കൂലി വേലക്കാരും പാവങ്ങളായതുകൊണ്ട് ഇവർക്ക് വേറെ താമസിക്കാൻ സ്ഥലമില്ലായിരുന്നു എന്നാണ് എന്റെ അനുമാനം. അത് ഏകദേശം ശരിയാണ്. ശരിയാണ്. മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാകുന്ന ജനങ്ങളിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ അച്ഛന് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു 250 പേരോളം ഇപ്പൊ ഒരു ബംഗ്ലാവിൽ ഒറ്റപ്പെട്ട അവിടെ മലമുകളിൽ കഴിയുന്നുണ്ട്. പിന്നെ ദുരന്ത മുഖത്ത് നിന്ന് 60 കിലോമീറ്റർ ദൂരെ വരെയാണ് ഡെഡ് ബോഡീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 85 പേരോളം കൺഫേംഡ് ഡെഡ്, ഒരു 80 പേര് 90 പേരോളം കാണാതെ പോയിട്ടുണ്ട്. ഇപ്പൊ ഞാനും കൊച്ചച്ഛനും കൂടി നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയെടുത്ത് പോകാൻ നമ്മുടെ ഒരു സ്കൂളുണ്ട്, അതിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അപ്പീൽസ് അയച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വസ്തുക്കൾ വേണം. കാരണം ദേശം ആകെ വിറങ്ങലിച്ച് നിൽക്കുക. അപ്പൊ ഈ ഒരു വയനാട് ദേശത്തിന് ദുരന്തമായിട്ട് മാറി കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടതും പലപ്പോഴും ഗ്രോസറി, കിച്ചൺ ഐറ്റംസ്, സാനിറ്ററി, പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പിന്നെ ബ്ലാങ്കറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പലയിടത്തും കോൾസ് വരുന്നുണ്ട്. അതൊക്കെയാണ് ഇനി വേണ്ടത്. റെസ്ക്യൂ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഡെഡ് ബോഡീസ് പോലും പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഇപ്പോൾ വയനാട് സംഭവിച്ചിരിക്കുന്നത്. വയനാടൻ ജനത നമ്മുടെ സഹായം ഇപ്പോൾ അർഹിക്കുന്നുണ്ട്. എല്ലാ രൂപതകളും ഇടവകളും വൈദികരുടെയും ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഇവർ നേതൃത്വം, രാവിലെ മുതൽ ക്രൈസ്തവ സംഘടനകളെല്ലാം ഈ ഒരു ദുരിതാശ്വാസ മുഖത്ത് അല്ലെങ്കിൽ ദുരിതം നടന്ന സ്ഥലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. കേരളത്തിന് മുഴുവൻ സഹായം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ട് രൂപതകളും ദേവാലയങ്ങളും വഴി എത്തിക്കണം എന്നും കൂടി ഈ ഒരു സമയം ഓർമ്മപ്പെടുത്തുകയാണ്.